നിയമലംഘനങ്ങളുടെ ഘോഷയാത്രയാണ് സീറോ മലബാർ അസംബ്ലി. സീറോ മലബാർ ബിഷപ്പുമാർ എന്തു ചെയ്താലും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ അസംബ്ലി 5 വർഷത്തിലൊരിക്കൽ കൂടണമെന്നത് കാനോൻ നിയമം നിഷ്കർഷിക്കുന്ന അനിവാര്യതയാണ്. എന്നിട്ടും ഇപ്പോൾ അസംബ്ലി കൂടാൻ തീരുമാനിച്ചത് 8 വർഷത്തിനു ശേഷമാണ്. ഓറിയന്റൽ കാനോൻ നിയമം അനുശാസിക്കുന്നതുകൊണ്ട് തന്നെ അസംബ്ലിയുടെ നിയമങ്ങളും ചട്ടങ്ങളും ഇന്ന് സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമങ്ങളുടെ ഭാഗമാണ്. അത് ലംഘിച്ചുകൊണ്ട് അസംബ്ലി നടത്തുന്നത് നിയമലംഘനമാണ് എന്നതിലുപരിയായി വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. നിയമങ്ങൾ ലംഘിച്ചു നടത്തുകയും അത് നിയമം പാലിച്ചാണെന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് സഭാ അധികാരികൾ അവസാനിപ്പിക്കണം. വിശ്വാസികൾ വെറും മഠയന്മാരാണ് എന്ന് കരുതരുത്. അസംബ്ലിയിലേക്കുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിൽ സുതാര്യതയില്ലെങ്കിലും അസംബ്ലി ഒരു റെപ്രസെന്റേറ്റീവ് ബോഡി ആണെന്നാണ് നിയമം പറയുന്നത്. അങ്ങനെയായിരിക്കെ അതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നത് വിശ്വാസികളെ അറിയിക്കാനുള്ള ബാധ്യത സിനഡിനുണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് അതീവ രഹസ്യമായി ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് വിശ്വാസികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയത് ഗുരുതരമായ കൃത്യവിലോപമാണ്. സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമ ആർട്ടിക്കിൾ പ്രകാരം സിനഡ് ഒരു നിയമം പാസാക്കിയാൽ അത് സിനഡൽ ന്യൂസിൽ പ്രസിദ്ധീകരിക്കണം. അപ്രകാരമുള്ള പ്രസിദ്ധീകരണം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമേ പാസാക്കിയ നിയമത്തിന് നിയമസാധുത ലഭിക്കുകയുള്ളൂ. എന്നാൽ അസംബ്ലി സംബന്ധിച്ച നിയമങ്ങൾ ഭേദഗതി ചെയ്തത് ഇന്നേ വരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനാൽ അതിന് നിയമസാധുതയുമില്ല. 2022 ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് പാസാക്കിയതനുസരിച്ച് അസംബ്ലി നടത്താൻ ഇനി പറയുന്ന 3 മാർഗങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. 1. വിഷയങ്ങൾ ക്ഷണിക്കണം. 2. രൂപത അസംബ്ലികൾ നടത്തണം. 3. രൂപത അസംബ്ലികൾ രൂപപ്പെടുത്തുന്ന പ്രവർത്തന രേഖയനുസരിച്ച് സഭാ അസംബ്ലി നടത്തണം. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. രൂപത അസംബ്ലികൾ നടത്താത്തതിന് യാതൊരു ന്യായീകരണവുമില്ല. ബിഷപ്പുമാരുടെ സ്വന്തം രൂപതകളിൽ വിശ്വാസികളെയും വൈദികരെയും നേർക്കുനേർ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അസംബ്ലിയിലേക്ക് വിഷയങ്ങൾ നിർദ്ദേശിക്കുക എന്നത് വിശ്വാസികളുടെ അവകാശമാണ്. അസംബ്ലി തുടങ്ങുന്നതിന്റെ പ്രഖ്യാപനം 6 മാസം മുമ്പ് നടത്തണം. സഭാ നിയമപ്രകാരമുള്ള സമയ നിബന്ധന പാലിച്ചിട്ടില്ല. ഡിഗ്രി ഓഫ് കോൺവക്കേഷൻ 2024 ഏപ്രിൽ 15-നാണ്. ആരെല്ലാം പങ്കെടുക്കണമെന്ന് ഇതിൽ പറയുന്നു. ഇത് പ്രകാരമുള്ള അംഗങ്ങളെല്ലാം പങ്കെടുക്കുന്നു. ഇതിൽ വരുത്തിയ ഭേദഗതി പ്രാബല്യത്തിലായിട്ടുമില്ല. പങ്കെടുക്കുന്നവരുടെയും പകരക്കാരുടെയും പേരുവിവരങ്ങൾ 2 മാസം മുമ്പെങ്കിലും പ്രസിദ്ധീകരിക്കണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പങ്കെടുക്കുന്നവരെ തീരുമാനിച്ചത്. പകരക്കാരെ ഇനിയും തീരുമാനിച്ചിട്ടില്ല. പങ്കെടുക്കുന്നവരും പകരക്കാരെയും 3 മാസം മുമ്പ് തെരഞ്ഞെടുക്കണം. അത്തരമൊരു തെരഞ്ഞെടുപ്പ് സീറോ മലബാർ സഭയിൽ നടന്നിട്ടില്ല. വിശ്വാസികൾക്ക് അസംബ്ലിയിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല. വിഷയങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കണമെന്നത് ഇന്ന് വരെ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. സഭാ നേതൃത്വത്തിന് മുമ്പിൽ വിശ്വാസികളുടെ ആവശ്യങ്ങളും ആശങ്കകളും അറിയിക്കാൻ 5 വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരത്തെ വെറും പ്രഹസനമാക്കി മാറ്റിയ സഭാ നേതൃത്വം ഗുരുതരമായ തെറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.